മോഡിക്ക് 75 വയസ്സാവും. അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് വിരമിക്കുമോ? ഇനി ചിലപ്പോൾ ബിരിയാണി കൊടുക്കണ്ടെങ്കിലാ പറയാൻ പറ്റൂലേ. പക്ഷെ എനിക്ക് തോന്നുന്നത് പുള്ളി ഈ രാജ്യത്തെ അങ്ങനെ വേറെ ആരെങ്കിലും കയ്യിൽ ഇട്ടെറിഞ്ഞു കൊടുത്തിട്ട് പോവുകയില്ല എന്നാണ്. ഈ അന്ധതയുടെ താഴ്വരയിൽ നിന്നും നീതിമാനെ കരകയറ്റുന്നവൻ അനുഗ്രഹീതനാകുന്നു. കാരണം അവൻ സത്യമായും അവന്റെ സഹോദരങ്ങളുടെ രക്ഷകനും വഴിതെറ്റിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാണ്. മാത്രമല്ല, ഇന്നത്തെ സങ്കീർണമായ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ അവസ്ഥയിൽ ഇദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ വേറൊരാൾ BJPയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിലോ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ഉണ്ടായിട്ട് കാര്യമില്ല. 100% ഞാൻ യോജിക്കുന്നു. കാരണം പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുള്ളത് NDAക്കാണ്. അതിലെ പ്രധാനപ്പെട്ട പാർട്ടി BJP ആണ്. ആ പാർട്ടിയിൽ നിന്നല്ലാതെ വേറൊരു പ്രധാനമന്ത്രി ഈ വരുന്ന 4 കൊല്ലം ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ വളർത്തിയെടുത്ത ഒരു സാധനമുണ്ട്, എന്നതാ എന്റെ സ്വപ്നങ്ങൾ. അതെല്ലാം തകർത്ത് കളഞ്ഞില്ലേ നിങ്ങൾ? അപ്പോൾ ഇനി RSS നേതാവിന് മോഹൻ ഭാഗവത് 75 വയസ്സിൽ വിരമിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ നരേന്ദ്രമോദി വിരമിച്ച് കാണണമെന്നാണ് പുള്ളിയുടെ താല്പര്യം എന്ന് പറയുന്നവരുണ്ട്. അദ്ദേഹത്തിൻ്റെ താല്പര്യം അനുസരിച്ചല്ല ഇദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നുള്ള വേറൊരു കാര്യമാണ്. ഏതായാലും ഭാഗവത് വിരമിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പ്രസക്തമല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി വിരമിക്കുമോ ഇല്ലയോ എന്നുള്ളത് വളരെ പ്രധാനമാണ് തന്നെ. നരേന്ദ്രമോദി നേരത്തെ 2014 ആദ്യം പ്രധാനമന്ത്രി ഇപ്പോൾ പുള്ളി കൊണ്ടുവന്ന ഒരു വ്യവസ്ഥയാണ് 75 വയസ്സ് കഴിഞ്ഞ നേതാക്കന്മാർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കാൻ പാടില്ല. MLA ആയിട്ടോ MP ആയിട്ടൊക്കെ ഇരിക്കാം. പക്ഷേ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, രാജ്യരക്ഷാമന്ത്രി മുതലായ പദവികളിൽ നിന്നും അവരെ മാറ്റി നിർത്തും, അല്ലെങ്കിൽ അവർ മാറി നിൽക്കണം. അങ്ങനെ ഒരു മാർഗനിർദ്ദേശക മണ്ഡൽ ഉണ്ടാക്കിയിട്ടാണ് വന്യവയോധികരായ മുരളി മനോഹർ ജോഷിയെയും അതുപോലെ ലാൽ കൃഷ്ണ അദ്വാനിയൊക്കെ മാറ്റി നിർത്തിയത്. പിന്നീട് 75 വയസ്സ് പൂർത്തിയായപ്പോഴാണ് നമ്മുടെ നജ്മ ഹെപ്തുള്ളയെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഗവർണറായിട്ട് പറഞ്ഞുകൊണ്ട്. ഗവർണർമാർക്ക് കുഴപ്പമില്ല, 95 വയസ്സായാലും ഗവർണറായിരിക്കാൻ ഭരണഘടനാപരമായിട്ട് വിലക്കൊന്നുമില്ല എന്ന് മാത്രമല്ല, ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഈ പരിചയസമ്പത്ത് കൂടുതലുണ്ടാകുന്നതാണ് നല്ലത്. ഈ പൊതു നിയമത്തിന് ഒരു അപവാദമേ BJPയുടെ ചരിത്രത്തിലുണ്ടായിരുന്നു. അത് BS യെദ്യൂരപ്പയെ കർണാടകത്തിൽ മുഖ്യമന്ത്രിയായിട്ട് അയച്ചതാണ്. അന്ന് അദ്ദേഹത്തിന് 75 വയസ്സ് കൂടുതലുണ്ടായിരുന്നു. കാരണം യെദ്യൂരപ്പയെ പോലെ ഒരു നയചാതുര്യമുള്ള ആൾക്ക് മാത്രമേ കർണാടകത്തിലെ അന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാൻ, കോൺഗ്രസിൽ നിന്ന് ജനതാദളിൽ നിന്നൊക്കെ MLAമാരെ ചാക്കിട്ട് പിടിച്ച് ഈ പിടിച്ചവരെ മുഴുവൻ മന്ത്രിമാരാക്കി, മന്ത്രിമാരായവരെ മുഴുവനും MLA സ്ഥാനം രാജിവെപ്പിച്ച് അവരെ BJP ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് മന്ത്രിസഭ നിലനിർത്താൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഇളവ് കൊടുത്തു. പുള്ളി 75 വയസ്സ് കഴിഞ്ഞതിന് ശേഷം കർണാടകത്തിൽ മുഖ്യമന്ത്രി. വേറെ ഒരാൾക്കും ഇതുപോലൊരു ഇളവ് കിട്ടിയതായിട്ട് നമുക്കറിയില്ല. ഇനി അഥവാ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങനെ നരേന്ദ്രമോദി വിരമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇതുപോലൊരു സാഹചര്യം പണ്ട് 1958 ഉണ്ടായിട്ടുണ്ട്. 1958 ജവഹർലാൽ നെഹ്റു വിരമിക്കാൻ താല്പര്യപ്പെട്ടു. അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയാൻ ആഗ്രഹിക്കുന്നു എന്നൊരു വാർത്ത അദ്ദേഹത്തിൻ്റെ തന്നെ സോഴ്സുകൾ ഉപയോഗിച്ച് പത്രത്തിലൊക്കെ വന്നു. അച്ചപ്പോവാണ് മക്കളെ. ഉടനെ തന്നെ ഈ രാജ്യത്തുള്ള മുഴുവൻ കോൺഗ്രസ്സുകാർ, കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ, അല്ലെങ്കിൽ റാൺ ഓഫ് കച്ച് തൊട്ട് അരുണാചൽ പ്രദേശ് വരെയുള്ള സകല കോൺഗ്രസ്സുകാരും ചാടി എഴുന്നിട്ട് അയ്യോ നെഹ്റു പോകല്ലേ, അയ്യോ നെഹ്റു പോകല്ലേ എന്ന് പറഞ്ഞ് ഭയങ്കര കൂട്ടക്കരച്ചിലായി. അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ. ഈ നെഹ്റുവിനൊരു കുഴപ്പമുണ്ടായിരുന്നു. പുള്ളി ആളുകളുടെ സങ്കടം കണ്ടാൽ കരളായിരിക്കും, കണ്ണീര് കണ്ടാൽ പുള്ളി ആകെ ചകിതനാവും. അങ്ങനെ നെഹ്റു ചകിതനായി അദ്ദേഹം രാജിവെക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. സത്യം പറഞ്ഞാൽ നെഹ്റു 1958 രാജിവെച്ച് പോയിരുന്നെങ്കിൽ, പുള്ളി ഈ പ്രസ്ഥാനം ഉപേക്ഷിച്ച് സമാധാനപരമായിട്ട് കുടുംബജീവിതം നയിച്ചിരുന്നെങ്കിൽ രാജ്യത്തിൻ്റെ ഭാവി ഒരുപക്ഷെ മെച്ചപ്പെട്ടാണ്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. നെഹ്റുവിൻ്റെ തന്നെ ഈ യശസ് വർദ്ധിക്കുമായിരുന്നു. കാരണം 1958 വിജയിച്ച് നിൽക്കുന്ന നെഹ്റുവാണ്. അദ്ദേഹം ബന്ധൂക്ക് കോൺഫറൻസ് നടത്തുന്നു, ചേരിചേരാ സമ്മേളനങ്ങൾ നടത്തുന്നു, ലോകത്തിന് മുഴുവനും ഈ ചേരിചേരായ്മയുടെ സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെ സന്ദേശം നൽകുന്നു. അങ്ങനെ ജയിച്ച് നിൽക്കുകയാണ്. പക്ഷേ അതിനുശേഷമാണ് പുള്ളിയുടെ ജീവിതത്തിൽ പല കറുത്ത പാടുകളും ഉണ്ടായത്. 1959 കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചു, ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ. പിന്നെ 1958 ശേഷമാണ് ഈ ചൈനയുടെ കയ്യേറ്റം കണ്ടുപിടിച്ചത്. ചൈനക്കാർ ഇന്ത്യയുടെ അകത്തേക്ക് കടന്നു കയറി സ്ക്വയർ കിലോമീറ്ററുകൾ ധാരാളം കൈക്കലാക്കി. ഇന്ത്യയുടേതായ ലഡാക്കിൽ കൂടി അവർ പാകിസ്ഥാനിലേക്ക് ഒരു വലിയ ഹൈവേ ഉണ്ടാക്കി. അരുണാചൽ പ്രദേശ് എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്ന പഴയ നേഫയുടെ ഒരുപാട് ഏരിയ ഇവന്മാർ കൈക്കലാക്കി. അതൊക്കെ പാകിസ്ഥാൻ അല്ല, അവർ ചൈനയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല തിരിച്ചടികൾ നേരിട്ടത്
ഇതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രാണനെടുത്ത കുപ്രസിദ്ധമായ ചൈന യുദ്ധമുണ്ട് 1962. അതോടുകൂടി തന്നെ നെഹ്റു ശാരീരികമായിട്ടെങ്കിലും മാനസികമായിട്ടും മരിച്ചു കഴിഞ്ഞു. പിന്നെ 64 അദ്ദേഹത്തിൻ്റെ പ്രാണം പോയെന്ന് വന്നു. അപ്പോൾ 58 പുള്ളി സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തി പോയിരുന്നെങ്കിൽ മഹാഗായകനായിട്ട് കരുതപ്പെട്ട. ഇപ്പോഴും പുള്ളിയുടെ മഹത്വത്തിന് കുറവൊന്നുമില്ല എങ്കിൽ പോലും. അപ്പോൾ ഈ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. നരേന്ദ്രമോദി അപ്പോൾ പാട്ട് നിർത്തും എന്ന് പറയാൻ ഞാനാളല്ല. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് കോപം വരും എന്നുള്ളത് എനിക്കറിയാം. എങ്കിൽ പോലും ആ സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തുകയും വേറെ ഏതെങ്കിലും നല്ലൊരു ഗായകനെ കണ്ടുപിടിച്ച് ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്തതായിരിക്കും അദ്ദേഹത്തിനും പാർട്ടിക്കും രാജ്യത്തിനും നമുക്കെല്ലാവർക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അതിന് 75 വയസ്സ് എന്നൊരു കട്ട് ഓഫ് മാർക്ക് വെക്കേണ്ടതില്ല. അദ്ദേഹത്തിന് പറ്റാതെയായി എന്ന് പുള്ളിക്ക് തോന്നുമ്പോൾ പുള്ളി ഈ പണി നിർത്തിയിട്ട് വേറെ ആരെങ്കിലും ഏൽപ്പിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ പോകുന്നു. ബൈ.